ശ്രീചിത്രയിലെ ഗവേഷകർ കണ്ടുപിടിച്ച അർബുദ മരുന്ന് പരീക്ഷണം അവസാന ഘട്ടത്തിലാണ്. എലികളിൽ വിജയവുമായി അർബുദ ചികിത്സാ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന കണ്ടെത്തലുമായാണ് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡോക്ടർമാർ വന്നിരിക്കുന്നത്. ക്യാൻസർ കോശങ്ങളെ ഇല്ലാതാക്കാൻ ഞരമ്പുകളിലൂടെ കുത്തിവെക്കാവുന്ന മരുന്ന് എലികളിൽ പരീക്ഷിച്ച് വിജയിച്ച് ക്ലിനിക്കൽ പരീക്ഷണത്തിനായി കൈമാറി. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളും ചർച്ചയായിരിക്കുന്നു. ചില ഗവേഷകർ വിയോജിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അസംഖ്യം കണ്ടുപിടുത്തങ്ങളിൽ ഒന്നും ഗുണം ഉണ്ടോ എന്ന് നോക്കാൻ മനുഷ്യരിൽ പരീക്ഷിക്കണം. ഏകദേശം 15 വർഷം എടുക്കണം. അവസാനം മനുഷ്യരിൽ ഗുണമില്ല എന്ന് വരും. 1,00,000 കണ്ടുപിടുത്തങ്ങളിൽ ഒരു 10 എണ്ണം വിജയകരമാകാം. ആ 10ൽ പെട്ടാൽ ഗവേഷകന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പക്ഷെ നിരുത്തരപരമായ വാർത്തകൾ ശാസ്ത്രത്തെ തളർത്താനേ ഉപകരിക്കൂ. മുഖപ്രസംഗം വരെ എഴുതിയിരിക്കുന്നു എന്നാണ് ചില ഗവേഷകരുടെ വിലയിരുത്തൽ. നാട്ടിൽ സാധാരണ കാണുന്ന ഒരു ചെടിയിൽ നിന്നുള്ള ഏക തന്മാത്ര രാസപദാർത്ഥം ഉപയോഗിച്ചാണ് മരുന്ന് വികസിപ്പിച്ചത്. കൂടുതൽ പരീക്ഷണങ്ങൾക്കും മറ്റുമായി ഒരു സ്വകാര്യ കമ്പനിക്ക് ഇതിന്റെ സാങ്കേതികത കൈമാറി. മനുഷ്യരിൽ ഈ മരുന്നിന്റെ ബലം വിലയിരുത്തിയ ശേഷമാകും വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുക. ഏറെ ചിലവേറിയതിലാണ് മറ്റൊരു കമ്പനിക്ക് ഗവേഷണ ഫലം കൈമാറിയത്. ചെടിയെക്കുറിച്ച് ഉൾപ്പെടെ വിശദാംശങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തില്ല. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ പഠനത്തിന്റെ ഭാഗമായാണ് ഡോക്ടർ ലിസി കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം മരുന്ന് വികസിപ്പിച്ചത്. എലികളിൽ ഒറ്റ ഡോസ് ഉപയോഗിച്ച് പരീക്ഷിച്ചതിൽ ഇത് വിജയകരമാണെന്ന് തെളിഞ്ഞു. ഒന്നിലധികം ഡോസ് ഉപയോഗിച്ചാൽ മൃഗങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന പരീക്ഷണങ്ങൾക്ക് ശേഷമാകും മനുഷ്യരിൽ ചികിത്സാ പരീക്ഷണങ്ങൾ ആരംഭിക്കുക. മനുഷ്യനിൽ എത്ര ഡോസ് ഉപയോഗിക്കണമെന്ന് കണ്ടെത്തണം. അർബുദ ബാധിതരായ മനുഷ്യരിൽ ഈ മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് വിവിധ ഘട്ടങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തണം. 1ാം ഘട്ടത്തിൽ സന്നദ്ധ പ്രവർത്തകരിൽ പരീക്ഷിക്കും. 2ാം ഘട്ടത്തിൽ ഒരു വിഭാഗം അർബുദ രോഗികളിൽ മറ്റു മരുന്നുകൾക്കൊപ്പം തന്നെ പരീക്ഷിക്കും. എലികളിൽ ശ്വാസകോശ അർബുദത്തിനും വയറിനകത്തെ മുഴയ്ക്കും ഈ മരുന്ന് വിജയകരമായി ഉപയോഗിക്കാനായി. ഏതൊക്കെ തരം അർബുദത്തിന് ഉപയോഗിക്കാനാകുമെന്നത് വിശദമായ പരീക്ഷണങ്ങൾക്ക് ശേഷമേ പറയാനാകൂ എന്നും ഡോക്ടർ ലിസി കൃഷ്ണൻ പറഞ്ഞിരുന്നു. ലോകത്ത് വിവിധ രാജ്യങ്ങളിലെ ഗവേഷണ കേന്ദ്രങ്ങളിൽ ചെടികളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഘടകങ്ങൾ ഉപയോഗിച്ച് അർബുദത്തിനെതിരെ മരുന്ന് കണ്ടെത്തുന്നുണ്ടെങ്കിലും അവ വെള്ളവുമായി കലരാതിരുത്തതിനാൽ രോഗികൾക്ക് പ്രയോജനം ചെയ്യുന്നില്ല. എന്നാൽ ശ്രീചിത്രയിലെ ഗവേഷകർ മരുന്ന് ആൽബുമിനുമായി കൂട്ടിയിണക്കി ക്യാൻസർ കോശങ്ങളിലേക്ക് എത്തിച്ചാണ് പരീക്ഷണം നടത്തിയത്. ഡോക്ടർ രഞ്ജിത് പി നായർ, മെജോസി കോര, ഡോക്ടർ മോഹനൻ, ഡോക്ടർ ആര്യ അനിൽ, ഡോക്ടർ ഹരികൃഷ്ണൻ തുടങ്ങിയവരാണ് ഗവേഷണത്തിന് പിന്നിലുണ്ടായിരുന്നത്. ക്യാൻസർ കോശങ്ങളെ ഇല്ലാതാക്കുന്ന പുതിയ മരുന്നിന്റെ ശേഷി ലാബ് പഠനങ്ങളിലും മൃഗങ്ങളിൽ നടത്തിയ പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. 2-3 വർഷത്തിനുള്ളിൽ മനുഷ്യരിലെ പരീക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞ് രോഗങ്ങൾക്കായി മരുന്ന് എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷ. കണ്ടെത്തലുകൾക്ക് പേറ്റന്റിനായി അപേക്ഷിച്ചു കഴിഞ്ഞു. തർക്കം രൂക്ഷമായതോടെ ഇനി എന്ത് എന്നുള്ളതാണ് വൈദ്യരംഗം ഉറ്റുനോക്കുന്നത്. എന്തായാലും എലികളിൽ പരീക്ഷിച്ച് വിജയിച്ച മരുന്ന് മനുഷ്യരിൽ പരീക്ഷിക്കണമെങ്കിൽ 15 വർഷം എടുക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ വിലയിരുത്തൽ. ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ചു എന്നത് തന്നെ വലിയ നേട്ടമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.